ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചു. കുറെ പേര് ഡേ ഇൻ മൈ ലൈഫ് ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കൊരു ഈവനിങ് ആയിട്ട് ഉള്ളതൊക്കെ മാത്രമേ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. ഇൻസ്പിറേഷൻ കിട്ടി ആ വീഡിയോസിൽ നിന്നൊക്കെ. അപ്പൊ നമ്മള് ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് നമ്മുടേതായ രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഒരു വീക്കെൻഡ് ഡേയില് ചെയ്യുക, ഒരു ദിവസം എങ്ങനെ പോകണമെന്നൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് വീക്ക് റെസ്റ്റ് ആണ്, സാറ്റർഡേയും കൂടെയാണ്. എനിക്ക് മാഡത്തിന് ഇന്ന് ഉച്ചവരെ ഉണ്ട്, വർക്ക് ഫ്രം ഹോം ആണ്. പക്ഷെ ഉച്ചവരെ ഉള്ളൂ, പിന്നെ നാളെ ഓഫാണ്. ഓക്കെ, അതെ. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ഒരു വീക്ക് റെസ്റ്റ് ഡേയ്സ് തമ്മിൽ മാച്ച് ആവില്ല. എന്നാലും ഒരു സാറ്റർഡേ ഈവനിങ് നമുക്ക് കിട്ടും. അല്ലെ, സാറ്റർഡേ ഈവനിങ് ആണല്ലോ നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലും ഒന്ന്. മുംബൈയിൽ ഇപ്പൊ ചൂടാണ്, നാട്ടിൽ നല്ല മഴയാണെന്ന് എപ്പോഴും അമ്മ വിളിക്കുമ്പോ പറയാറുണ്ട്. ഇവിടെയും കൂടെ ആ മഴയൊന്ന് ജൂൺ പറയണം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പോലെ തന്നെ ജൂൺ ഫസ്റ്റില് മഴ തുടങ്ങും. പക്ഷെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ഇവിടെ മഴയുള്ളൂ, പിന്നെ ഇങ്ങോട്ട് മഴയില്ല. അതാണ് മുംബൈയുടെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് രാവിലെ എണീറ്റു, കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. കാരണം രാവിലെ വിളക്ക് കത്തിക്കണം, ഉച്ചയ്ക്ക് വന്നായിട്ട് വിളക്ക് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. അപ്പൊ ഞാനല്ല, ഇന്ന് ചേട്ടനാണ് കത്തിച്ചത്. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവുമാണ് ഇന്ന് ഉച്ചയ്ക്ക് വന്നായിട്ട് ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു കുഴപ്പമില്ല, ഏത് ഫുഡും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനി ഉച്ചയ്ക്ക് ഞങ്ങള് വെജാണ്, ഇന്ന് ഫുള്ള് വെജായിരിക്കും. ഉച്ചയ്ക്ക് വന്നാല് വെജാണ്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇപ്പം സമയം 10 മണിയാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വർക്ക് 9 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇതൊക്കെ വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മൾ ഇതിലൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് പുട്ട് കഴിക്കാം. ഓക്കെ, രാവിലെ തന്നെ പുട്ടും നല്ല പഴവുമുണ്ട്. നമ്മുടെ മേഡം പുട്ടും പഴം ഉണ്ടാക്കേണ്ട കാര്യമില്ല, പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കഴിക്കാം. ഇവിടുത്തെ പഴം എന്ന് പറയുന്നത് റോബസ്റ്റ. കണ്ടിട്ട് നമ്മുടെ ഏത്തപ്പഴം പോലെ തോന്നും, പക്ഷെ ഇവിടെ നമ്മുടെ ഈ മഞ്ഞ കളർ റോബസ്റ്റ ആണ് കേട്ടോ കൂടുതൽ കിട്ടുന്നത്, പച്ച കളറല്ല. അതെ, അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതെ, ഇപ്പൊ നമ്മള് സ്വാമിയുടെ സോങ്സ്, നമ്മുടെ MG അണ്ണന്റെ സോങ്സ് ഒക്കെ ഇട്ട് രാവിലെ തന്നെ കേട്ടോണ്ടിരിക്കായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. ഓക്കെ, നമുക്കിനി ഫുഡ് കഴിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാൻ. ഉച്ചയ്ക്ക് ഞങ്ങള് വെജ് ആയതുകൊണ്ട് ഞങ്ങൾ ചോറ് വെച്ചാലും വലിയ മീനോ ചിക്കനോ ഒക്കെ ഇല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ടും, പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടത്തൊന്നുമില്ല, നമ്മള് വല്ലപ്പോഴൊക്കെ മേടിക്കുകയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മള് ഇന്ന് ഫ്രൈഡ് റൈസും ഇവിടുത്തെ സ്റ്റൈല് ഗോബി മഞ്ചൂരി, അതായത് വെജിറ്റേറിയൻ ഗോബി മഞ്ചൂരി എന്നാണ് അതിനെ പറയുന്നത്. ആ ഒരു സ്റ്റൈല് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, അങ്ങനെ വെക്കാന്ന് വിചാരിച്ചൊക്കെ നിക്കണുണ്ട്. അപ്പൊ അതുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇല്ല, ഫസ്റ്റ് ആയിട്ട് വെക്കുന്നതാണ്. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. നമ്മള് രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തു, വിളക്ക് കത്തിച്ചു. രാവിലെയാണോ? ഇന്നലെ ക്ലീൻ ചെയ്തില്ലേ? ഇന്നലെ തുടച്ചൊക്കെ ഇട്ടു. പിന്നെ രാവിലെ തന്നെ തൂത്ത് വീണ്ടും അതൊന്ന് അടിച്ചു വാരണമല്ലോ, ഒന്ന് അടിച്ചു വാരി വിളക്ക് കത്തിച്ചു. പിന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കി, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി, എന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി നമ്മൾ പുറത്ത് വെച്ചാൽ മതി, അവരെ തന്നെ കൊണ്ടുപോകും. പിന്നെ രാവിലെ തന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കണമായിരുന്നു, അങ്ങനെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു. കുറച്ച് ചെടികളേ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഔഷധ ചെടികളുണ്ട്, തുളസിയുണ്ട്, കീഴാർ നെല്ലിയുണ്ട്, ഞവരയുണ്ട്, കറ്റാർവാഴ, ഇഡലി സാമ്പാറൊക്കെയാണെന്ന് കേട്ടോ. നമ്മള് പണ്ട് എനിക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയൊക്കെ വെക്കാറൊക്കെ ഉണ്ട്. നമ്മളെ വീട്ടിലും വെക്കാറുണ്ട്. എല്ലാം ഒന്നോതിക്ക് ഇഡലിയും സാമ്പാറായിരിക്കും. അതെന്തുകൊണ്ടാണ്? പിന്നെ ഓണത്തിന്
ഓണത്തിന് ഓണത്തിന് പിന്നെ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഇഡലി സാമ്പാർ ഞങ്ങൾ വെക്കാറുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്. തൃശ്ശൂരും സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ ട്രിവിയൻസിനും അല്ലേ ഈ വിശേഷ ദിവസങ്ങളില് ഇഡലിയും സാമ്പാറും മസ്റ്റാണ്. എനിക്ക് തൃശ്ശൂര് വിഷുവിന് എന്തോ ഒരു കട്ട വെക്കാറുണ്ട്. കട്ട അരി വെച്ചാണ് നമ്മളെ പച്ചരിയില്ലേ, അത് വെച്ചാണ് അതിനകത്തോട്ട് നമ്മളാ ശർക്കര പാനിയില്ലേ ഒഴിച്ചാണ് കഴിക്കാറുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മേഡം വീണ്ടും വർക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് കിച്ചണില്. അങ്ങനെയാണ്. സാറ്റർഡേ ഉണ്ട് മാത്രം, അല്ലാത്തപ്പോ ഫുൾ ഇതിന്റെ പണി തന്നെയാണ്. വർക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും, അത് അപ്പപ്പ തന്നെ ചെയ്തു കൊടുക്കണം. പുറത്ത് നിങ്ങൾ ചെണ്ടകൊട്ട കേൾക്കുന്നുണ്ടോ ഗൈസ്? എന്തോ പരിപാടി പുറത്ത് നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അതെ അതെ, ഇവിടെ മുംബൈയിൽ എന്ത് സെലിബ്രേഷനും നമ്മുടെ ഈ ചെണ്ടമേളം മസ്റ്റാണ്. ചെണ്ടമേളം അല്ല, ബാൻഡ് മേളം അല്ലേ? അപ്പൊ ഈ ഒരു ചെണ്ടമേളം നമ്മളെ വല്ലാണ്ട് നമ്മുടെ ഷൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ കുറഞ്ഞു. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ്. എന്ത് സെലിബ്രേഷന് വേണ്ടിട്ടോ ഈ ഒരു ബാൻഡ് മേളം ഇവിടെ നിർബന്ധമാണ്. നമ്മൾ ഉറങ്ങിയൊക്കെ കിടക്കുമ്പോഴാണ് ഇങ്ങനെ അതേ ആ ഉറക്കത്തിന്റെ അങ്ങേ അറ്റം എത്തുമ്പോഴായിരിക്കും ഇവരുടെ ആ ഒരു കൊട്ട് വരുന്നത്. കാര്യമൊന്നും ചിലപ്പോ എന്താണ് കാര്യമെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ അങ്ങനെ പുറത്ത് വലുതായിട്ട് ഇറങ്ങാത്തോണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ നമുക്ക് എന്തോ പോലെ തോന്നും, ഒട്ടും ഇഷ്ടമാവും. നമുക്ക് എന്തായാലും പുറത്തിറങ്ങി നോക്കാം എന്ത് പരിപാടിയാണെന്ന് അറിയണമല്ലോ. സാധനങ്ങൾ മേടിക്കാണ്ട് സാധനങ്ങൾ മേടിക്കാൻ എന്തായാലും പ്ലാൻ ചെയ്തല്ലോ, പോവാന്നോ? എനിക്ക് കുറച്ച് വർക്കുണ്ട്, അപ്പൊ അതൊന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ കഴിയും. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്ക് പുറത്ത് പോവാം. കേസ് വാഴ പറഞ്ഞോ. നമ്മളിപ്പോ അവിടെ ഇരുന്നപ്പോ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെ ബി വിങ് ആണ്. ഈ എ വിങ്ങില് ഒരു മാരേജ് നടന്നതിന്റെ ഒരു നാളെ നടക്കും. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് ഇവിടെ കണ്ടത്. നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്, ഇപ്പൊ എങ്ങനെയൊന്നുമില്ല അല്ലെ? കല്യാണത്തിന്റെ മിക്കവാറും തമിഴ് ടീംസ് ആയിരിക്കും കേട്ടോ. ഈ കൊച്ചു പറഞ്ഞത് ആരോ മരണപ്പെട്ടു, അതിന്റെ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ മരണമൊക്കെ നടക്കുമ്പോഴല്ലേ ഇങ്ങനെ ഭയങ്കര ഡാൻസും പാട്ടാണ്. എന്നാ അതല്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ പുറത്ത് ഇറങ്ങിയിരിക്കാണ് കേസ്. നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വേണം, അപ്പൊ അത് നമ്മൾ എടുക്കാന്ന് വിചാരിക്കാം. ഇതാണോ വന്നത്? ആ 1 കിലോ അല്ലേ? 1 കിലോ. ഓക്കെ, 1 കിലോയുടെ ബസ്മതി റൈസ് ആണ് നമ്മൾ ആദ്യം എടുത്തത്. ഇത് ഇഡലി ദോശയുടെ പച്ചരിയാണോ? അതൊന്നുമല്ല, അതല്ലേ, ഇതാണ്. അതെ, അത് ഭൂമി മാട്ടിൽ നിന്ന് കിട്ടുള്ളൂ. ഇവിടെ കറക്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാതെ. ആണോ? ഓക്കെ, നമ്മുടെ പച്ചരി 2 ക്വാളിറ്റിയിലുണ്ട് കേട്ടോ. ഇത് 30 രൂപയുടേതും ഇത് 45 ആണ്. ഇത് 35. ഇവിടെ എല്ലായിടത്തും അതല്ല, 45. ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു തേങ്ങയ്ക്ക് 45ഒക്കെയാണ്. ഇത് 35. ഓക്കെ, വണ്ണം കൂടി. സാമ്പാർ, പരിപ്പ്, ചുവപ്പുകള്, മൂഗ്ദാൽ എന്നാണ് പറയുന്നത്. അത് 500 കിലോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇതിന് കൊഴുപ്പ് കാണത്തില്ല. പക്ഷേ ഈ സാമ്പാർ വയ്ക്കുമ്പോൾ വലിയ കൊഴുപ്പ് കാണത്തില്ല, പക്ഷെ ഗ്യാസ് കയറില്ല. മറ്റേ ഗ്യാസ് കുറച്ചുകൂടെ കൂടുതലാണ്.
ഗ്യാസ് കുറച്ച് കുറവെന്നാണ് പറയുന്നത്. സാമ്പാറൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഒരു പരിപ്പ് കുറച്ചുകൂടെ ഗ്യാസ് കുറവായിട്ട് നമുക്ക് നമ്മുടെ ഈ ഹോസ്റ്റലുകളിലൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ളതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഫോർച്യൂണിൻ്റെയൊക്കെ റിഫൈൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. കാരണം ഈ ഓയിലിനെ റിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കെമിക്കൽ ഓയിൽസൊക്കെ അവർ ചേർക്കാറുണ്ട്. ഇതൊരു പീനട്ടിൻ്റെ ഫിൽറ്റേർഡ് ഗ്രൗണ്ട്നട്ട് ഓയിലാണ്. അപ്പോൾ ഇത് ആണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. കാരണം ഒരു കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ നല്ലതായിരിക്കും. നമ്മളത് കഴിച്ച് ശീലം ഇല്ലാഞ്ഞ കുഴപ്പമില്ല, ഇനി അങ്ങ് ശീലമായിക്കോളും. ഇവിടെ മഷ്റൂം ഒക്കെ നല്ല മഷ്റൂം എത്ര രൂപയാണ് എന്താന്ന് വെച്ചോ? 40 40 രൂപ. ആ स्प्रिंग ओनियन नहीं ഒന്നെടുക്കാം ചെറുതൊക്കെ. ആ നമ്മള് സ്പ്രിംഗ് ഓനിയനും ക്യാപ്സിക്കം കൂടെ വാങ്ങി സാധനങ്ങളൊക്കെ മേടിച്ചു. റൂമിലേക്ക് പോകാണ്. എന്നിട്ടാണ് ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഇടയിൽ ഓഫീസിൽ നിന്ന് കോള് വന്നു, മെസ്സേജ് വന്നു. അതിനകത്ത് ഇതിനു ശേഷം മാത്രമേ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. ആ ഓ എൻട്രി. ഇത് പുതിയ ഫ്ലാറ്റ് അല്ലേ? ആ മറീന പഴയതാണ്. നമ്മൾ താമസിച്ചിരുന്ന സീലിംഗ് പഴയതാണ്. അത് തുറന്നിട്ട് പോയി. അവര് കൊച്ചു നോക്കുമെന്ന്. ലിഫ്റ്റ് പോയി. എങ്ങോട്ടൊക്കെ വായി നോക്കിക്കൊണ്ട് നിന്നു, പോയി. ഇനി 16 വരണം. അപ്പൊ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയിട്ട് വന്നപ്പോ ഇവിടെ നല്ല തലവതിയായിട്ട് തീറ്റി നടക്കുന്നുണ്ട്. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ എന്താ സാധനം? ഇത് നമ്മളാ മുംബൈയിൽ വന്നാൽ കിട്ടണേ സ്ട്രീറ്റ് സ്റ്റൈല് ഗോബി മഞ്ചൂരിയൻ എന്നാണ് അവര് പറയുന്നത്. ഓക്കെ, ഇത് ഇവര് സൂപ്പ് ഉണ്ടാക്കും. ഇത് വെച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റിയതിനു ശേഷം സൂപ്പ് ഉണ്ടാക്കും. പിന്നെ ഫ്രൈ ആയിട്ട് കഴിക്കും. ഡ്രൈ ആയിട്ട്. കറി ഉണ്ടാക്കാനാണോ ഇത്? മിക്കവാറും കറി ഉണ്ടാക്കാൻ കാണത്തില്ല. കഴിച്ചു തീർക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ വട അല്ലേ, വടയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആണ്. ഇതുപോലെ ഉണ്ട്. ഇതിനകത്ത് നമ്മളെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കും പോലെ ചില്ലി, ഗോബി ചില്ലി അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു പേര് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കിട്ടിയാൽ അതുപോലെ തന്നെ കഴിക്കാം. നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടാനായിട്ട് അത്രയ്ക്കും എനിക്ക് ഞാൻ ജസ്റ്റ് കണ്ടുള്ള പരിചയത്തിൽ ചെയ്യുന്നതാണ്. അല്ലാതെ എനിക്ക് വലുതായിട്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇത് നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും നമുക്ക് ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കാം. ചെയ്തപ്പോ കാണിച്ചു തരാം. ഇത് എന്നെ കുറ്റം പറഞ്ഞ ആള് ഇത് 4ാമത്തെ തങ്ങടെയാണ് കഴിക്കുന്നത്. മിക്കവാറും കാണത്തില്ല കറി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ള ഹെൽത്തിയാണ്. എപ്പോഴും ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ എഗ് ഫ്രൈഡ് റൈസ് ഇതൊക്കെയല്ലേ കഴിക്കുന്നത്. ഒരു വെറൈറ്റിക്ക് ഇപ്പൊ വെജിറ്റേറിയൻകാർക്കും ഇത് ട്രൈ ചെയ്യാം, നോൺ വെജുകാർക്കും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ലെറ്റ്സ് സീ എന്താവും എന്ന് കാണാം. നമുക്ക് വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കാണ്. പിന്നെന്താ പറയാ, ക്യാബേജ് മഞ്ചൂരിയൻ. ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. കഴിച്ചു നോക്കാം. ഓക്കെ,
കണ്ടിട്ട് നല്ല രസമുണ്ട്. നമ്മള് ചിക്കനൊക്കെ ഇട്ടേക്കും പോലെ തോന്നാല്ലേ? തോന്നുന്നുണ്ട്. ഇതിനകത്ത് പക്ഷെ ചിക്കനും മുട്ട ഒന്നുമില്ല കേട്ടോ. യെസ്. അപ്പോൾ ഫുൾ നമ്മള് വെജിറ്റബിൾ ആണ്. മതി. മതിയോ? താങ്ക് യു. പപ്പടം ഉണ്ടോ? ഫ്രൈഡ് റൈസിനോ? അല്ലേ? ഓക്കെ. മേഡം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ വേണ്ട? അയ്യോ. ഓക്കെ. സെറ്റ്. മതി. താങ്ക് യു. വെൽക്കം. അപ്പൊ ഗൈസ്, അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ ഇരിക്കുമെന്ന്. സംഭവം ഞാൻ കഴിച്ചു നോക്കി, സംഗതി ഉഷാറായിട്ടുണ്ട്. സൂപ്പർ സാധനം. സ്പൂൺ എടുക്കാൻ പോയതാ. ഞാൻ ഫ്രൈഡ് റൈസ് മാത്രമായിട്ട് ആദ്യം കഴിച്ചു നോക്കാം. പൊളിയല്ലേ? ഇത് ഗ്രേവിയാണ്. പൊളിയല്ലേ? നമ്മളെ കോളിഫ്ലവർ കറി തന്നെയാണ്. അതിനകത്ത് ക്യാബേജ് ഇട്ടേക്കണേ ഉള്ളൂ. അതെ. ഫ്രൈഡ് റൈസ് മാത്രം സൂപ്പർ കേട്ടോ. അതില് ഞാൻ ചെറുതായിട്ട് കടിക്കാൻ വേണ്ടി ഇത് ഫ്രൈ ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വണ്ടി കഴുകാൻ പോവുകയാണ്. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, വണ്ടി വാഷ് ചെയ്യാനുള്ള സാമഗ്രികൾ വിത്ത് വാട്ടർ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ റൂമിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുപോകണം. പുറത്ത് ഫ്ലോർ ആയതുകൊണ്ട് അവിടെ പൈപ്പൊന്നും ഇല്ല. ഇത് കഴിച്ച് ഇച്ചിരി കൂടിപ്പോയിട്ടായിരിക്കണം. ഉറക്കം നന്നായി വരുന്നു. പക്ഷെ നമ്മൾ ഉറങ്ങില്ല. നമ്മങ്ങനെ വണ്ടി വാഷ് ചെയ്യാൻ പോവാണ്. ഇതൊരു ടാസ്ക് ആണ്. നമ്മൾ ഫുള്ള് വാഷ് ചെയ്യേണ്ടി വരും. അകത്തും പുറത്തും എല്ലാ സൈഡും വാഷ് ചെയ്യേണ്ടി വരും. നല്ല പൊടിയുണ്ട്. കുറച്ച് ദിവസം ഇവിടെ ഇട്ടിരുന്നാൽ മതി, അപ്പൊ തന്നെ നല്ല പൊടിയാവും അല്ലേ? എടുത്തില്ലെങ്കിലും വെറുതെ ഇട്ടിരുന്നാലും അതെ. ഉള്ളിൽ അത്രയും പൊടി വരാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ ആഴ്ച തുടക്കിയൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ നല്ല പൊടിയായി. നമ്മൾ അവിടെ തന്നെ അടിച്ച പമ്പരം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടോ? ഇതൊക്കെയാണ് എന്റർടൈൻമെന്റ്. ഇപ്പോഴേ ജോലികൾ കഴിഞ്ഞാ അടുത്ത് വീണ്ടും പുതിയ ജോലികൾ പെട്ടെന്ന് ചെയ്യും. മാസം ഞാൻ ചെയ്തു പോയത് 10 കാലം ഓക്കെ. നമ്മുടെ പണി ഏകദേശം അതെ ഫിനിഷ് ആയിരിക്കാണ്. നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ടുണ്ട് പിള്ളേ. യെസ്. നമ്മുടെ മേഡം അലോനീൽ കഴിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കഴിയോ? യെസ്. ഓക്കെ, സെറ്റായില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മളെല്ലാം വീക്കിലി ചെയ്യാറുണ്ട്. കുറച്ച് നാൾ നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കൊക്കെ ആയതിനു ശേഷം. പൊടിയാ അങ്ങോട്ട് അവിടെ ആ കുഴപ്പമില്ല. ഫുള്ള് പൊടി അവിടെ വണ്ടിക്കകത്ത് കുഴപ്പമില്ല. അങ്ങനെ നോക്കോ, കുഴപ്പമൊന്നുമില്ല. ആ ശരി. ടാങ്കിൽ കുറച്ച് വെള്ളം കുറവാണ്, അപ്പോൾ അത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം.
അപ്പൊ കേസ് നമ്മളങ്ങനെ വണ്ടിയൊക്കെ കഴുകി നല്ലോണം ക്ഷീണിച്ചു. മേഡത്തിന്റെ മുഖത്ത് കാണാം അതിന്റെ ക്ഷീണം. എന്റെ ക്ഷീണം പറഞ്ഞാൽ ഇനി വീട്ടിൽ പോയി കിടക്കാനുള്ള പ്ലാനായിരിക്കും. എനിക്കൊന്ന് ഉറങ്ങണം. ഇല്ല, എനിക്ക് ഒരു ക്ഷീണവും ഇല്ല. അപ്പൊ ഗൈസ് അടുത്തത് നമ്മുടെ വാഷിംഗ് ആണ്. കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമ്മളൊന്ന് പുറത്തോട്ട് പോവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. ക്ലീൻ ചെയ്തു, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സ് വാഷിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോവുകയാണ്, ജസ്റ്റ് ഒന്ന് മാളിലോട്ട്. അങ്ങനെ ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോയിലാണ് വന്നത്, ഇങ്ങോട്ട് ഓട്ടോയിലാണ് വന്നത്. ഓട്ടോ പിടിച്ചു ഇവിടെ എത്തി. ഇവിടുന്ന് നമ്മള് മലാട് വെസ്റ്റ് മെട്രോ സ്റ്റേഷനിലോട്ടാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. നമ്മൾ പോകുന്നത് ഇൻഫിനിറ്റി മാൾ എന്ന് പറയുന്ന ഒരു മാളുണ്ട് ഇവിടെ, അങ്ങോട്ടാണ് പോകുന്നത്. സ്ഥിരം പോണ മാളാണ്, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകുന്നതേ ഉണ്ട്. മെട്രോയുടെ വ്യൂ നമുക്ക് കാണിക്കാം. അതെ അതെ അതെ, ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മള് നോർമലി ഇരിക്കാറില്ല, കാരണം എന്താ വെച്ചാൽ അതൊന്നും അല്ല, 2 സ്റ്റേഷൻ അപ്പുറത്തേ ഉള്ളു. അതിലിപ്പോ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ കേസ് നിങ്ങൾക്ക് മുംബൈ മെട്രോ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് മുംബൈ മെട്രോ? നമ്മുടെ കൊച്ചി മെട്രോയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? യെസ്, അതായത് നമ്മുടെ കൊച്ചി മെട്രോ 3 കാർ ആണെങ്കിൽ മുംബൈ മെട്രോ 6 കാറാണ്. ഓക്കെ, കാരണം ഇവിടുത്തെ അതെ അതെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയും കൂടുതലാണല്ലോ. ഇനി വരാൻ പോകുന്ന സ്റ്റേഷനിലെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇത്രയും ഒരു ഇത് വേണം, ഫെസിലിറ്റി വേണം. ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള യാത്രയാണ് മുംബൈ മെട്രോ എന്ന് പറയുന്നത്. നല്ല ബ്ലോക്കാണ്. നല്ല ബ്ലോക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെയോ പോകാൻ വേണ്ടി ബ്ലോക്ക്. നമ്മൾ അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്തേണ്ടത് നമ്മൾ 1.5 മണിക്കൂർ അവിടെ കിടന്നല്ലേ ബ്ലോക്കിന് മാത്രം കിടന്നു. പിന്നെ അതിനേക്കാളും ബെറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ള അതെ, ഇനി മാളിൽ എത്തിയതിനു ശേഷം നമുക്ക് ബാക്കി കാണാം. ഇൻഫിനിറ്റി മാളുടെ എൻട്രിയിലോട്ട് എത്തിയേക്കാണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ അല്ലേ? ഇവിടെ ദീപാവലിയുടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. അതെ, കൊള്ളാല്ലേ? ഓക്കെ, അപ്പൊ ദീപാവലിയുടെ ആ ഒരു വൈബ് ഇവിടെ. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി മാൾ. കയറിയിട്ട് ജസ്റ്റ് ഡ്രസ്സൊന്ന് നോക്കുന്നത്. കൊള്ളാം, നല്ല ഡ്രസ്സ്, നല്ല കളക്ഷൻ. നല്ല മൊത്തത്തിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. വൈറ്റ് കളറ്. ഓ, ജസ്റ്റ് ഇതിന് മാത്രം. വലിയ റേറ്റ് ഒന്നുമില്ല അല്ലേ?
ഈ മാളിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കയറാത്ത ഷോപ്പുകളിലൊന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന്. അങ്ങനെയാണ് ഈ ഒരു ഷോപ്പിലേക്ക് കയറിയത്. ഇത് വെസ്റ്റ് സൈഡാണ്. അത്യാവശ്യമല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി കളക്ഷനുകളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല. ഞാൻ വെച്ചാൽ ഭയങ്കര റേറ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ച് കയറിയത്. ഈ ഡ്രസ്സിനൊക്കെ ഏകദേശം 1500 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറവാണ്, പക്ഷെ ക്രോപ്പ് ടോപ്പാണ്. നമ്മൾ മാക്സിലും ട്രെൻഡ്സിലൊക്കെ ഒരേ മോഡലാണ് എനിക്ക് ഉള്ളതായിട്ട് തോന്നിയത്. ഞാൻ സ്ഥിരമായിട്ട് കയറുന്നത് ആ 2 ഷോപ്പുകളിലായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും അതിനകത്ത് ഒരേ മോഡൽ തന്നെയാണ് അവിടെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഈ ഡ്രസ്സിന് തന്നെ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത്യാവശ്യം തുണിക്ക് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള തുണി, നമ്മുടെ ഈ പഞ്ഞിയിലൊക്കെ പിടിക്കുന്ന അതേ മോഡലായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു. പിന്നെ ഇത് പെയറായിട്ട് വരുന്ന ടോപ്പും പാൻറ്റും വരുന്നതായിരുന്നു. ഷോൾ വരത്തില്ല, ടോപ്പും പാൻറ്റുമായിട്ട് വരുന്നത്. അത്യാവശ്യം ഏജ് ഉള്ളവർക്കും ഇടാൻ പറ്റുന്ന ഒരു തരം ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇതിൻ്റെ എനിക്ക് കഴുത്താണ് ഇഷ്ടപ്പെട്ട. ആ ഡ്രസ്സിൻ്റെ കഴുത്ത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. അങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയതാണ്. അത് നമ്മുടെ ഈ ഡ്രസ്സിന് മാത്രമല്ല, ഇവിടെ ചെരുപ്പിനും അതുപോലെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇട്ട് നോക്കുന്നത് 800 ആണ്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 800 ആണ് ഇവിടെ ചെരുപ്പിനൊക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകളുമായിരുന്നു. ഈ കണ്ട ഡ്രസ്സിൽ നിന്നൊക്കെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു സ്കേർട്ടും ടോപ്പുമാണ്. ഈ സ്കേർട്ടും ടോപ്പും ഏകദേശം ഒരേ പ്രിൻ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പുറകിൽ എലാസ്റ്റിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം തടിയുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പാർട്ടി അങ്ങനെയൊക്കെ വരുമ്പം, ഈവനിങ് പാർട്ടിയൊക്കെ വരുമ്പം നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് നമുക്ക് സാരിയുടെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്കേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഇടാൻ പറ്റുന്ന ഒന്നാണ്. പിങ്കിൻ്റെ തന്നെ വേറൊരു മോഡലിൽ വരുന്ന അതിൻ്റെ ബ്ലൗസിന് മാത്രമേ വ്യത്യാസം വരണുള്ളൂ. പിന്നെ ഈ കാണിക്കുന്ന ചുരിദാറിൻ്റെ സെറ്റൊക്കെ എന്ന് വെച്ചാൽ രാജസ്ഥാനി മോഡൽ പോലെ ഉള്ളതാണ്. ഭയങ്കര വെയിറ്റായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. 4000 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണ്ടതിൽ നമുക്ക് ഇങ്ങനെയുള്ളത് കൊണ്ട് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും വാങ്ങിയൊന്നുമില്ല, കാരണം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത മാസം മേഡത്തിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങി കൊടുക്കുന്നുണ്ട്. അയ്യോ വേണ്ടതേ പറയൂ, ഇങ്ങനെ പറയല്ലേ നീ. ഞങ്ങള് പ്രധാനപ്പെട്ട നമ്മുടെ ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫുഡ് കോർട്ട്. പക്ഷെ അടിപൊളി ഫുഡ് കോർട്ടാണ് ഇവിടെ. ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചതിനൊക്കെ ശേഷം കാണാം. അതെ ഫുഡ് കോർട്ട് ആണല്ലേ, ഇതാണ് ഫുഡ് കോർട്ട്. മുറിച്ചിരിക്കുന്നു. എന്ത് നമ്മള് ബർഗർ പറഞ്ഞേക്കാണ്. അങ്ങനെ ബർഗർ വാങ്ങാൻ മീന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനെ കൂടെ പെപ്സി കിട്ടുമായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോവാം. നമ്മള് സാധനം പിടിച്ചിട്ട് എവിടെ ഇരിക്കുകയാണ്. ബർഗറാണ് മേഡത്തിന് ഇഷ്ടം. വെജ് ബർഗർ. ഓക്കെ, സോസ് ഇട്. ഞാൻ വെജ് ഇതുവരെ കഴിച്ചിട്ടില്ല. കൂടുതലും നമ്മളെ ആലുണ്ടല്ലോ, അത് തന്നെയാണ്.
ആലു എന്ന് വെച്ചാൽ കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്. ഓക്കെ. നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കാണ് അല്ലേ? അങ്ങനെ നമ്മുടെ കഴിച്ചു നമ്മുടെ വീട്ടിലോട്ട് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയില് മറ്റൊരു സബ്ജക്റ്റ്. ഇതൊരു ചെറിയ വ്ലോഗാണ്. നമ്മുടെ വീക്കെൻഡിലൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ്. ചെറിയൊരു വ്ലോഗ്. നമ്മുടെ ഫ്ലാറ്റിലുള്ള ഒരു ലൈഫ് ആയതുകൊണ്ട്, ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കാണിക്കാനായിട്ടൊന്നും ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊതുവേ ഉള്ളത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോകാം. ചെറിയ ഷോപ്പിംഗ് നടത്തി കുട്ടിക്കാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റേ വീട്ടിൽ കാണാം. Bye.